ഓമനിച്ചു വളർത്തിയ ജിമ്മിയെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂർ തുളിച്ചേരിയിലെ AK സജീവ് കുമാർ. 9 രാത്രി 7:30 നമ്പിഞ്ചേരിക്കാവിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെയാണ് വീടിന്റെ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി നായ പുറത്തേക്കോടിയത്. ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. സംഭവിച്ചത് എന്തെന്ന് സജീവ് കുമാർ പറയും. 4 വയസ്സിലെ നായ, പേര് ജിമ്മി. ഇത് ഞാൻ പറശ്ശിയിൽ പണിയെടുക്കുന്ന സമയത്ത് അവിടെ ലോഡ്ജിന് കിട്ടിയതാണ്, ലോഡ്ജിൻ്റെ അടുത്ത് വന്നതാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടതാണ് നായ ഇത്. പിന്നെ ബാക്കിയുള്ള വാക്സിനെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിപ്പോൾ 4 കൊല്ലമായി ഇവിടെ തന്നെ ഇല്ല ആയിട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച കാവിലത്തെ ഉത്സവത്തിന് പൊട്ട് കേട്ട സമയത്ത് ഇത് നമ്മൾ ആ സമയത്ത് വീട്ടിലുണ്ടായിട്ടില്ല, പാർട്ടിക്ക് പോയതായിരുന്നു രാത്രി. അപ്പോൾ ആ സമയത്ത് ഇത് വീണിട്ട് നമ്മൾ ഇപ്പുറത്തെ വീട്ടിലത്തെ ശീലേച്ച് വിളിച്ച് പറഞ്ഞത് അങ്ങനെ നായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൻ്റെ അടുത്ത് തന്നെ ചുറ്റി കളിക്കും വിചാരിച്ച്. പിന്നെ അത് ഓടി ഓടി പടക്കം നല്ല പൊട്ടായിരുന്നു ഇപ്രാവശ്യം വന്ന്. അപ്പോൾ ഓടി 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 പോയി. അപ്പോൾ പിറ്റേത്തെ ദിവസം ഇത് വേറൊരു നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ്റെ വെസ്റ്റ് തളാപ്പ് അല്ല ഈസ്റ്റ് തളാപ്പിലത്തെ റെസിഡൻസ് അസോസിയേഷനിൽ ഒരാൾ ഫോട്ടോ ഇട്ട്. അപ്പേ നമുക്കിത് ഓർമ്മയാണ്. വാട്സപ്പിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് വേറെ ഗ്രൂപ്പിലിട്ട് ഇവർ വേറെ മറ്റേ യൂണിറ്റി റെസിഡൻസ് അസോസിയേഷനിലിട്ട് അവിടെ നിന്നൊരു ചൈതന്യ അയച്ചിയ ഓറ് മറ്റേ ജയമോഹൻ ഡോക്ടർ ഉണ്ടല്ലോ, വെറ്റിനറി ഡോക്ടർ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ സമയത്ത് ഓരോ ഗ്രൂപ്പിലിട്ട്. അങ്ങനെ ഈ വിജിൽ പറഞ്ഞിട്ടുള്ള ആളെ ഞായറാഴ്ച നമ്മളോട് രാത്രി വിളിച്ച് പറയുന്നത് നമ്മൾ ഇന്നലെ കെട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നോ, സമയം എടുത്തിട്ട് വന്നു. അത് ഇവിടുന്ന് ഏകദേശം അപ്പുറത്തെ ഒരു റോഡ് കഴിഞ്ഞ് 2ാമത്തെ റോഡിൽ അങ്ങ് നമ്മളെ ഫസ്റ്റ് കരിമ്പൻ തോട്ടത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അങ്ങ് മേലെ കുന്നിൻ്റെ മേലെയില്ലേ ആ വീട്ടിലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളെ കിട്ടി. പടക്കം പൊട്ടുന്നത് കേട്ട് പേടിച്ച് ഓടിയതാണ്. പടക്കം പൊട്ടിനെ കേൾക്കുമ്പോൾ എല്ലാ നായും അങ്ങനെ തന്നെയാപ്പാ. ഇത് കുറച്ചുകൂടി സെൻസിറ്റീവായിട്ടാണ് കാണുന്നത് തോന്നുന്നു. അങ്ങനെ ഇത് അപ്പോൾ ഇത് ദൂരം പറഞ്ഞാൽ കക്കാട് സ്പിന്നിങ്ങിൻ്റെ വില വരെ ആൾക്കാർ കണ്ട് നമ്മളെ ഈ തുളിച്ചേരി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തുളിച്ചേരി ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇത് നമ്പഞ്ചേരി കാവിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ അവിടെയും കണ്ടിന്, കാവിലും കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ്. കാവിൻ്റെ ഇക്കരെ ഈ സൈഡാണ് തുളിച്ചേരി, സ്പിന്നിങ്ങിൻ്റെ ബാക്കിലും കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ്. പിന്നെ ഇത് പോയത് അങ്ങ് അപ്പുറത്തെ സൈഡാണ്. ഇത് നല്ലൊരു ചുറ്റീന്ന്. വേറെ കാണാതായപ്പോൾ വലിയ സങ്കടമായി വന്നത്. അതെന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം. അത് പിന്നെ ഒരു രാത്രിയും കൂടി 2ാമത്തെ പകലാകുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ മനസ്സിലാകാൻ തുടങ്ങി നമുക്ക്. ഇതൊക്കെ ഇത് ബാക്കിൽ കെട്ടിക്കഴിഞ്ഞാലും പേപ്പറിൻ്റെ ആൾ ഇലക്ട്രിക് സ്കൂട്ടറാണ്, അത് വരുന്ന സെൻസിറ്റീവ് അത്രയും വേഗത്തിൽ കേൾക്കും. നമ്മൾ ഈ താഴത്തെ വീട്ടിൽ ആളാണ്. ഒരു ശബ്ദമില്ലെങ്കിൽ കൂടി പേപ്പർ ഇടുന്ന ശബ്ദം കറക്റ്റായിട്ട് അപ്പോഴേ നമുക്കറിയില്ല പേപ്പർ ഇട്ട പോലെ. അതിനുശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആ ഒരു ദിവസത്തെ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഫുള്ള് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു അന്ന് പക്ഷേങ്കിൽ പൊതുവേ എനിക്കൊന്നും നല്ല ഓട്ടം ഓടിയതല്ല, നോൺ സ്റ്റോപ്പായിട്ട് ഓടിയ പോലെയല്ലേ. അതുകൊണ്ട് ആ ദിവസം റെസ്റ്റ്. പിന്നെ ഇതിപ്പോൾ ആക്റ്റീവായി, ഒന്നും പ്രശ്നം. എത്ര ദിവസം കഴിച്ച് കയ്യിലേക്ക് പിന്നെ തിരിച്ചു കിട്ടിയത്? നമുക്ക് 3ാമത്തെ ദിവസം ഇത് കിട്ടിയത്. അതായത് വെള്ളിയാഴ്ച പോയിട്ട് നമുക്ക് ഞായറാഴ്ച രാത്രിയാണ് കിട്ടിയത്. അവർ നല്ല പോലെ നോക്കി? നല്ലോണം നോക്കിനോറ്. എനക്കൊന്ന് ഈ ഡോഗ് ലവേഴ്സ് ക്ലബിലല്ലേ ഈ ടീം. എനിക്കൊന്ന് ഡോക്ടർ ജയ്മോൻ്റെ പിന്നെ ഈ ഇവരെല്ലാം ചൈതന്യ ഓറും എല്ലാം ആ ഒരു ക്ലബിലില്ലതാ. അങ്ങനെ ഇത് ട്രാക്ക് ഔട്ട് ചെയ്തിട്ട് കിട്ടിയ വേഗത്തിൽ. പിന്നെ വാട്സപ്പിൻ്റെ എല്ലാ ഈ 3 റെസിഡൻസ് അസോസിയേഷനിലും എല്ലാം മാറി മാറി ഇട്ട സമയത്താണ് വേഗത്തിൽ കിട്ടിയത്. അത് വാട്സപ്പ് ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ടായോണ്ട് കിട്ടിയ, അല്ലെങ്കിൽ കിട്ടുമൊന്നുമില്ല, ചാൻസേ ഇല്ല. ഇല്ല ഇപ്പോൾ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. എന്ന് കാണില്ല, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇത്ര ഒന്നും പ്രശ്നമില്ല. പക്ഷെ മാറി ഡ്രസ് കോഡ് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഒച്ചല മാറിൻ്റെ സ്വഭാവം മാറും, അത്രയില്ല. ഇത് ഏതെണ്ണ എനിക്ക് വെളിങ്ങനെ പറയാനില്ല. ഇത് കുട്ടികളെല്ലാം പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡും റോഡ് വീലറിൻ്റെയും ആ ഒരു ക്രോസ് ആയിട്ടാണ്, മിക്സ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ വാല പ്രത്യേകത, ഇതിൻ്റെ ഒരു പ്രത്യേക ടൈപ്പിലത്തെ വാല. ഇത് ഈ നായിനെ പറശ്ശി ലോഡ്ജിൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയത് നമുക്ക്. ഞാനവിടെ പണിയെടുക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ പറശ്ശിയിലത്തെ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപേക്ഷിക്കപ്പെടും കുറേ നായ്ക്കൾ. പക്ഷേ ഇത് നന്ന കുട്ടിയായിരുന്നു, ഇത് നന്ന ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ അണുങ്ങുന്ന നായയായതുകൊണ്ട് ഞാൻ കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ നായയുടെ ഫോട്ടോ വാട്സപ്പിൽ മറ്റും ഷെയർ ചെയ്തതോടെയാണ് സജീവ് കുമാറിന് നായയെ തിരിച്ചു കിട്ടിയത്. നമ്മൾ ഈ ജിമ്മിന് തിരിച്ചു കിട്ടിയ ഏറ്റവും നന്ദി പറയേണ്ട ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 3 അസോസിയേഷൻ ഗ്രൂപ്പാണ്. അതായത് യൂണിറ്റി റെസിഡൻസ് അസോസിയേഷനും ഈസ്റ്റ് തളാപ്പ് അസോസിയേഷനും കക്കാട് റെസിഡൻസ് അസോസിയേഷനും. അതിൻ്റെ അകത്ത് യൂണിറ്റി റെസിഡൻസിൽ ചൈതന്യ പറഞ്ഞിട്ടുള്ള ജയമോഹൻ ഡോക്ടറായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വിജിലിന് അവർക്കും കോൺടാക്ട് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ഗ്രൂപ്പിൽ വിജിലാണ് പിടിച്ചു തന്നത്. അതേപോലെ ഈസ്റ്റ് തലാപ്പിലത്തെ ആൾ ഇത് ഓരോ വീട്ടിൽ വന്ന സമയത്ത് ഫോട്ടോ, തേജസ് പറഞ്ഞിട്ടുള്ള ആളെ ഫോട്ടോ ഇട്ടിട്ട് ഇത്
പബ്ലിക്കിൽ കിട്ടിയ നമുക്ക് ഇങ്ങനെ. അപ്പോൾ വാട്സപ്പിലത്തെ ഈ 3 ഗ്രൂപ്പിന് വലിയ താങ്ക്സാണ്. കുറേ ആൾക്കാർ കണ്ടിന് പക്ഷേ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതാ വിജിൽ പറഞ്ഞിട്ടുള്ള ആൾ കെട്ടി വെച്ച്, അതുകൊണ്ട് കിട്ടി. അല്ലെങ്കിൽ ഇത് എത്രയോ ദൂരം പോയതാണ്. ആൾക്കാർ പറഞ്ഞ് നമ്മളിവിടെ സ്പിന്നിങ്ങിന് ഭാഗത്ത് കണ്ടിട്ടുണ്ട്, നമ്പിഞ്ചേരി കാവിൽ കണ്ട്. പിന്നെ ഇത് പോയത് പിന്നെയും അപ്പുറത്തെ സൈഡാണ്, അതായത് കരിമ്പിൻ തോട്ടത്തിൻ്റെ അങ്ങേ മേലത്തെ റൂട്ടിൽ, അതായത് പൊഴാതി ഹൗസിംഗ് കോളനിയിലോട്ട് പോകുന്ന ആ റൂട്ടുണ്ട്. അത്ര ദൂരം വരെ ട്രാവൽ ചെയ്യുന്നു ഒരു രാത്രി. അതുകൊണ്ട് വലിയ താങ്ക്സ് ഡോക്ടർ ജയമോഹനും വിജിലിനും ബാക്കിയിലെ അസോസിയേഷനും. പടക്കത്തിന്റെ ശബ്ദം വളർത്തുനായകൾക്ക് താങ്ങുന്നതിലും അപ്പുറമാണെന്ന് റിട്ടയർഡ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ടി.വി. ജയമോഹൻ പറയുന്നു. ഈ പടക്കം പൊട്ടുന്ന സമയത്ത് മനുഷ്യൻ്റെ ശ്രവണ പരിധിയുടെ ഏകദേശം ഇരട്ടിയാണ് നായ്ക്കളുടെയും പൂച്ചകളുടെയും ശ്രവണ പരിധി. അപ്പോൾ ഏകദേശം 45,000 ഹെർട്സ് വരെയുള്ള സൗണ്ട് വേവ്സ് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അതേസമയം അത് നായ്ക്കളിലും പൂച്ചകളിലും അത് 45,000 മുതൽ അങ്ങോട്ട് 60,000 വരെയാണ് ഏകദേശം അതിൻ്റെ ശ്രവണ പരിധിയായിട്ട് വരുന്നത്. അപ്പോൾ മനുഷ്യന് കേൾക്കുന്ന ഒരു പടക്കത്തിൻ്റെ സൗണ്ട് ഒരു നായോ പൂച്ചയോ ഏകദേശം ഇരട്ടി ശബ്ദത്തിലാണ് കേൾക്കുക. അപ്പോൾ അത്രത്തോളം അതിന് മാനസികമായിട്ടും അതുപോലെ ചെവിക്കകത്തും താരാറുകൾ ഈ ശക്തിയേറിയ പടക്കങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മൃഗാശുപത്രിയിൽ തന്നെ നമ്മളെ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷത്തിന് ശേഷം പിറ്റേ ദിവസം അടുത്ത ദിവസമായിട്ട് നായ്ക്കൾ ഭക്ഷണം കഴിക്കുന്നില്ല, ക്ഷീണം കാണിക്കുന്നുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട്. ഉത്സവ സീസണുകളിലും വിഷുനാളുകളിലുമൊക്കെ പടക്കത്തിന്റെ ശബ്ദം സഹിക്കാനാകാതെ നിരവധി വളർത്തുനായകൾ ശാരീരിക പ്രയാസം കാണിച്ചതിനെ തുടർന്ന് തന്റെ ക്ലിനിക്കിൽ എത്താറുണ്ടെന്നും ഡോക്ടർ ജയമോഹൻ പറഞ്ഞു. പടക്കത്തിന്റെ ശബ്ദം കേട്ട് പേടിച്ച് ഇവിടെ നിന്നും ഓടിപ്പോയ നായയെ 3 ദിവസത്തിന് ശേഷമാണ് ഈ ഉടമസ്ഥർക്ക് തിരിച്ചു കിട്ടിയത്. ഓമനിച്ച് വളർത്തിയ ജിമ്മി പോയതു മുതൽ വലിയ സങ്കടത്തിലായിരുന്നു ഇവർ. നാടൊന്നാകെ കൈകോർത്തപ്പോഴാണ് ഇവർക്ക് ജിമ്മിയെ തിരിച്ചു കിട്ടിയത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉത്സവത്തിനും മറ്റും പടക്കം പൊട്ടുന്ന സമയമാണ്. വിഷുവും അടുത്തു വരികയാണ്. വളർത്തുനായകൾക്ക് ഈ ശബ്ദം താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറത്താണെന്നാണ് വെറ്റിനറി ഡോക്ടറായ ജയമോഹനും പറയുന്നത്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന അഭ്യർത്ഥന കൂടി ഡോക്ടർ നടത്തുകയാണ്. തുളിച്ചേരിയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.